അൽഹംദുലില്ലാഹ്. എവിടെ ഫസ്ലുൻ വമൻ, ഒരാള് അലിമ, അയാൾ അറിഞ്ഞു, ചരക്കിൽ അറിഞ്ഞു, ഒരു അയ്ബുണ്ടെന്ന് അറിഞ്ഞു. വമൻ, ഒരു കച്ചവടക്കാരൻ, അലിമ ബിസ്സല്ലത്തി അയ്ബൻ, ചരക്കില് ന്യൂനതയുണ്ടെന്ന് മനസ്സിലാക്കി ആ ചരക്കിനെ അയാള് വിൽക്കാനും ഉദ്ദേശിക്കുന്നു എന്നോട് ബാക്കി വെക്കണം അവിടെ, എന്നാലേ കലാമത്താമാവും. എന്നാൽ എന്ത് ചെയ്യണം? ലസിമഹു, അയാൾക്ക് നിർബന്ധമാകും, അയ്യുബയ്യിനഹു, ആ അയ്ബിനെ തബീൻ ചെയ്തു കൊടുക്കണം മുസ്തരിയോട്, വാങ്ങുന്ന ആളോട്. എന്താ ആള് തങ്കന്മാരൊക്കെ ഈ സമയത്ത് കയറുന്നുണ്ട്? എന്താ പറ? അയ്യുബയ്യിനഹു, മുസ്തരിക്ക് വ്യക്തമാക്കി കൊടുക്കണം. ഇല്ലം യുബയ്യിൻ, അയാൾ വ്യക്തമാക്കി കൊടുക്കുന്നില്ലെങ്കിൽ ഫഖദ് ഗശ്ശ, വഞ്ചന കാണിച്ചു. കച്ചവടം സഹിയാകും, വൽബയ്യു സഹിയും. അപ്പൊ ഇനി മുസ്തരി മേടിച്ചോണ്ട് പോയപ്പോ അതിനകത്ത് അയ്ബുണ്ട്, എന്നാൽ ഈ വാങ്ങിക്കൊണ്ടുപോയാൽ തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ പറ്റില്ലേ? മനസ്സിലായോ? ഫൈദത്തലഅൽ മുസ്തരി, വെളിവായി, അലൽ അല അയ്ബിൻ കാന, ആ അയ്ബായി ഇന്ദൽ ബായി, മറ്റേ ആളുടെ അടുക്കൽ വെച്ചുള്ള അയ്ബാണത്, എന്റെ അടുക്കലുള്ളതല്ല. എന്നാ പല പോയി വാങ്ങിയവന് ജായിസാണ് അറദ്ദു, മടക്കിക്കൊണ്ട് കൊടുക്കും. മടക്കിക്കൊണ്ട് ചെറിയൊരു അയ്ബ കണ്ട മടക്കിക്കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. പശുവിനെ മേടിച്ചോളൂ, അതിന്റെ ഒരു പാല് പൊറിഞ്ഞു പോയി, അതൊക്കെ ഒരു അയ്ബാണോ? അല്ല. അപ്പൊ ലാഭിച്ചു ഈ അയ്ബിന്റെ കണക്ക്, ഏതയ്ബിന്റെ? മടക്കി കൊടുക്കാൻ പറ്റുന്ന അയ്ബിന്റെ കണക്ക് ഒന്നാണ്. നഖസൽ അയ്ന, തടിയെ അത് ചുരുക്കും, അവിൽ ഖീമത്ത്, അല്ലെ വിലയെ ചുരുക്കും. എങ്ങനത്തെ ചുരുക്കൽ? നുഖ്സാനൻ, ഒരു ചുരുക്കലങ്ങ് ചുരുക്കും. എബത്തുബിഹി, ആ ചുരുക്കൽ കൊണ്ട് പാഴാവുകയും ചെയ്യും. വറദുൻ സഹീഹുൻ, വേണ്ട, നമ്മൾ മേടിച്ച വറദ് കിട്ടുന്നില്ല. നമ്മള് പശുവിന് 10 കുപ്പി പാലുണ്ടെന്ന് പറഞ്ഞ് മേടിച്ചാണ്, അവിടെ കൊണ്ട് നോക്കുമ്പോൾ 2 കുപ്പിയില്ല, വേഗം കൊടുക്കണം. മനസ്സിലായില്ല? അല്ലെങ്കിൽ നമ്മൾ ആ പശുവിനെ മേടിച്ചാണ്, അല്ലെ പോത്തിനെ മേടിച്ചതാ, 100 കിലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 100 കിലോയുടെ പൈസയും കൊടുത്ത് കൂടാൻ നോക്കുമ്പോൾ എത്രയുള്ളൂ? 70 ഉള്ളൂ. അപ്പൊ നമ്മളെ വറന്ന് സഹി നടക്കുമോ? ഇല്ല. തിരിഞ്ഞാ വേഗം കൊടുക്കും. വൽഗാലിബും ഫി മിസ്ലി ദാലിക്കൽ മബീഇ, ഇതേപോലെയുള്ള ചരക്കുകളിലാണെങ്കിൽ അദമോ, ഇതേപോലുള്ള അയ്ബ് ഇല്ലാതിരിക്കലും ആണ്. അപ്പൊ നമ്മൾ ഇതിനെ വിറ്റിട്ട് ഇതിനൊക്കെ തിരിച്ചെടുത്തിട്ട് വേറെ എന്തിനെ പോയി വാങ്ങില്ല, അവിടെ ഈ അയ്ബുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാ പോന്നെ? മനസ്സിലായില്ല? അപ്പൊ യുറദ്ദു, അതിനെ മടക്കപ്പെടും. അപ്പൊ അതിന്റെ ഒരു ഫയുറദ്ദു, മടക്കപ്പെടുന്നതാണ് ഇംബാനൽ അബ്ദു, അബ്ദ് വെളിവായി, ഖസിയ്യൻ, അബ്ദ് മണിയൊടച്ചവനാണെന്ന് വെളിവായാൽ വേഗം തിരിച്ചു കൊടുക്കണം. മനസ്സിലായില്ല? ഔ സാരിഖൻ, അല്ലെങ്കിൽ അബ്ദിനെ കൊണ്ടുവന്നു, അവൻ ഭയങ്കര കള്ളനാണ്, അവനെ വിട്ട് നമ്മളെ പോലെ കട്ടുകൊണ്ടോ എന്ത് ചെയ്യും? അവൻ തിരിച്ചു കൊടുക്കും. ഔ യബൂലു ബിൽ ഫിറാശി, അല്ല, അല്ലെങ്കിൽ ആ അബ്ദ് മൂത്രമൊഴിക്കും ഇരിപ്പില്, വേഗം തിരിച്ചു കൊടുക്കണം. ഏത് ഹാലിൽ? വഹുവ കബീറുൻ, അവൻ വലിയവനുമാണ്. തിരിഞ്ഞ അപ്പൊ ബലവിത്വല അല്ല അയ്ബ. മനസ്സിലായില്ല? നമ്മളൊരു കണ്ണിമത്തനാ മേടിച്ചോളൂ, ഈ കണ്ണിമത്തന്റെ അയ്ബ് ഒളിവാണി പൊട്ടിക്കണ്ടേ? ഈ മുട്ട മേടിച്ചോണ്ടേ, അത് ചീഞ്ഞതാണോ ഇല്ലെന്ന് അറിയാൻ എന്ത് ചെയ്യണം? പൊട്ടിച്ചാലേ പറ്റുള്ളൂ, അല്ലാതെ അറിയാൻ പറ്റും. തേങ്ങ മേടിച്ചോണ്ടോ, തേങ്ങ അത് കെട്ടതാണോ ഇല്ലെന്ന് അറിയണം, എന്ത് ചെയ്യണം? പൊട്ടിക്കണം. അങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോഴോ ഇനി മടക്കി കൊടുക്കാൻ പറ്റുമോ? ഇനിയിപ്പന്തി ഈ അയ്ബ അറിയണമെങ്കിൽ ഈ സാധനത്തിന് അയ്ബ ആക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? അറിയാനും പറ്റും. ഇനിയിപ്പന്തി
ഫലവിത്വല അപ്പൊ അയാൾ വെളിപ്പെട്ടു അലൽ ഐബിന്റെ മേല് ബഅദ തലഫിൽ മബീഇ കണ്ടാ ചരക്ക് സാധനം നശിച്ചതിന് ശേഷം. എന്നാ തഅയ്യനൽ അർശു നഷ്ടപരിഹാരം മേടിക്കണം പോയിട്ട്. തഅയ്യനൽ അർശു. പിന്നെ ഔ ബഅദ സവാലി മിൽക്കിൻ അൻഹു, അല്ലെങ്കിൽ ഞാനൊരു സാധനം മേടിച്ചോണ്ട് വന്നു, ആ സാധനം ഞാൻ വേറെ മറിച്ചു വെച്ചു, അപ്പോഴാണ് അയ്ബ് ഒഴിവാകുന്നത്. പിന്നെ അയാളോട് പോകും, അയാളോട് കൊണ്ടുവരും, ഞാൻ അവിടെ പോകും, ഞാൻ മറ്റേടത്ത് പോകും. എന്താ അതിനെ പറയട്ടെ. ഔ ബഅദ സവാലിൽ മിൽക്കി അൻഹു, ഇവനെ തൊട്ട് മിൽക്ക് നീങ്ങിയതിന് ശേഷമാണ് അയ്ബ് വന്നതെങ്കിൽ. എങ്ങനെ മിൽക്ക് നീങ്ങല്? സവാലിൽ മിൽക്ക്, മിൽക്കിനെ നീക്കുക. സവാൽ ഇസാലത്തിന്റെ മേലേക്കാണോ കേട്ടാ, അവന്റെ മിൽക്ക് അങ്ങ് വേറെ നീക്കി കൊടുത്തു, അല്ലെ അവൻ നീങ്ങിയാലും മതി, കൊടുക്കുന്നില്ല, അങ്ങനെ നീങ്ങല് ഉണ്ടാവില്ല. ഈ പൈ കച്ചവടം കൊണ്ടാവുമായിരിക്കാം. എന്നാൽ ലം യകുൻ ലഹു, ഇവൻ അനുവദനീയമല്ല ത്വലബുൽ അർശി അല്ലാന. ഇവൻ അങ്ങ് ചെന്നു, അവിടെ ചെന്നു, ഞാൻ സെയ്ദിന്റെ എന്നൊരു സാധനം വാങ്ങി ഞാൻ അമ്രിന് കൊടുത്തു. അപ്പൊ അമ്രിന്റെ അടുത്ത് ചെന്നപ്പോ ആ സാധനത്തിൽ അയ്ബുണ്ടെന്ന് സെയ്ദിന് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, സെയ്ദിന് മനസ്സിലായി. ഞാൻ സെയ്ദിനാണ് കൊടുത്തത്, സെയ്ദ് അമ്രിന് കൊടുത്തു. അപ്പം അമ്രിന്റെ അടുക്കൽ ചെന്ന് നോക്കുമ്പോൾ സാധനത്തിന് അയ്ബുണ്ടെന്ന് സെയ്ദിന് മനസ്സിലായി. എന്നാ സെയ്ദ് പെട്ടെന്ന് എന്റെ അടുത്ത് വരും. അമ്ര സെയ്ദിന്റെ അടുത്ത് വന്ന് അളയാ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ എന്ന് സെയ്ദിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ സെയ്ദ് നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോയി കഴിഞ്ഞു. അല്ല, സെയ്ദ് ഓടി എന്റെ അടുത്ത് വന്നു, മനസ്സിലായില്ലോ, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, കൊടുക്കണം. എന്നാൽ ലം യകുൻ ലഹു തലബുൽ അർശിൽ ആനഫൈൻ റജഅഇലൈഹി, ഇതിലേക്ക് മടങ്ങി ബാധകാലിക്ക, അതിനുശേഷം മടങ്ങിയാണെങ്കിൽ ബലഹുറദ്ദു മടക്കിക്കൊണ്ട് പോകണം. സെയ്ദിന് എന്റെ അടുക്കൽ ആ സാധനം കൊണ്ട് തരാം, അമ്രിന് പൈസയും കൊടുക്കാം. അല്ല ഇനിമെന്തി വൈൻ അദദ ഇന്ദൽ മുസ്തരി, വാങ്ങിക്കൊണ്ടുപോയതിന്റെ അടുക്കൽ പുതുതായി അയ്ബുൻ ആഖറു, വേറെ ഒരയ്ബ്. പെണ്ണിൽ അരിമ പെണ്ണിനെ അടിച്ചോണ്ട് മതി, അവൻ ആ പെണ്ണിനെ കൊണ്ടുപോയി എന്ത് ചെയ്തു, അവൻ ശാരീരിക ബന്ധം നടത്തിയപ്പോ എന്തായി, ഓളെ ബക്കാറത്ത് നീങ്ങി. ഈ പെണ്ണാണെങ്കിലോ കിടന്നു കൊടുക്കുന്നുണ്ടോ, ഇനിയിപ്പന്തി മുസ്തരി അടക്കൽ ചെന്നപ്പോ അയാളടുത്ത് വെച്ച് ഒരയ്ബ് വേറെ പുതുതായി, ഇനിയിപ്പോ എന്ത് ചെയ്യാം? എന്നാ നമ്മൾ മടക്കി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലേ. അതത് ഇന്ദൽ മുസ്തരി അയ്ബുൻ ആഖറു മിത്ലു അൻ യഫ്തൽ ബിക്റ, ബിക്റിനെ അവൻ ഇഫ്തിലാൽ ചെയ്തു. തഅയ്യനൽ അർശു, നഷ്ടപരിഹാരം മേടിക്കാൻ അത്രയേ ഉള്ളൂ. ഹംദന റദ്ദു, തെളിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്താ ഇനി അവിടെ അയാൾ പറഞ്ഞു എന്നാ കൊണ്ടുപോലെന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയിപ്പം നഷ്ടപരിഹാരം തോടാനും പറ്റില്ല. വിറ്റാളോ ഞുകൊണ്ടുപോരാ, അടിമപ്പെണ്ണെ കൊണ്ടുവരാം, അവള് നിനക്ക് പയ്യാൻ കൊണ്ടുവരാം. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, അവനാണ് ഈ പെണ്ണിനെ പെരുമാറിയിട്ടുണ്ട്, മേടിച്ചോണ്ട് പോയത്, മനസ്സിലായോ? പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞു, ഭായി പറഞ്ഞു ഇവിടെ കൊണ്ടുവരാം, ഞാൻ കൊണ്ടു കൊടുക്കണം, പിന്നെ നഷ്ടപരിഹാരമൊന്നുമില്ല അവിടെ. എന്താ മേടിച്ച പൈസ റിയൽ ബായിബി, അയ്ബ് കൊണ്ട് തൃപ്തിപ്പെട്ടാല് ലം യകുനിൽ മിസ്തരി, മിസ്തരിക്കില്ല ത്വലബുൽ അർശി, നഷ്ടപരിഹാരമില്ല. അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫൈൻകാനൽ അയ്ബ് വെളിവായി, അയ്ബ് വെളിവായി അല്ലാതിതു, ആദ്യതായ അയ്ബ് വെളിവായത് ലാ യുറബുൽ അയ്ബുൽ ഖദീമു, ഖദീമായ അയ്ബിന് അറിയപ്പെടുകയില്ല ഇല്ല ഈ ആദ്യത് കൊണ്ടല്ലാതെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കസിൽ ബിത്തീഖി, തണ്ണിമത്തനെ പൊട്ടിക്കുന്നു, വൽ വയതി മൊട്ട വയനാവി, എന്നാ പിന്നെ പൊട്ടിച്ചു നോക്കിയപ്പോൾ അത് കെട്ടതാണ്, തിരിച്ചുകൊണ്ട് കൊടുക്കുന്നതിന് തടസ്സമുണ്ടോ? ലം യംനഇ റദ്ദ. വേണ്ടാ, അവിടെ തന്നെ പിന്നെ പൊട്ടിച്ചുകൊണ്ട് കൊടുക്കല്ലോ. ഫൈൻസാദ, അപ്പോൾ അവൻ കൂടുതലാക്കി മുസ്തരി അലാമാ യുംകിനുൽ മഅരിഫത്തു ബിഹി, ഏതൊരു അയ്ബ് കൊണ്ടാണോ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനേക്കാൾ കൂടുതലാക്കി. മനസ്സിലായില്ല, പിന്നെ അങ്ങ് പൊട്ടിച്ചു കൊടുത്തു. ഒന്ന് തുറന്നു നോക്കിയാൽ മനസ്സിലാകാൻ പറ്റുന്നേ ഉള്ളൂ എന്ത്, ആ അയ്ബ്. യവനെന്ത് ചെയ്തു, ഒന്നാകെ നാലായിട്ട് കണ്ടിച്ചങ്ങ് വെച്ചു. ഒന്ന് മടക്കാൻ പറ്റുമോ? ഇല്ല. ഫല റദ്ദ, മടക്കലില്ല. വേണ്ട, ഈ മടക്കാൻ വേഗം കൊണ്ട് കൊടുക്കണം. വേണ്ട, വേഗം കൊണ്ട് കൊടുക്കണം. ആരും ഇപ്പം അവിടെ ഇരിക്കട്ടെ, നാളെ കൊടുക്കാന്ന് തന്നെ പറ്റില്ല.
മടക്കുന്നതിന് നിബന്ധനയുണ്ട്. ഇഷ്തറത്തു നിബന്ധനയാക്കപ്പെടും മറദ്ദു മടക്കൽ ആകണം അയ്യക്കൂനാലൽ പൗരി വേണ്ട ഷർത്തുർ റദ്ദി എന്നായിരിക്കണം. കിതാബിനകത്ത് ഇബാറ തെറ്റുണ്ടാവും. ഷർത്തുർ റദ്ദി എന്നാണ് മടക്കലിന്റെ നിബന്ധനയാകുന്നത് അയ്യക്കൂനാലൽ പൗർ പെട്ടെന്ന് കൊടുക്കും എന്ന് മാത്രമല്ല വൈശീതു അവൻ സാക്ഷ്യപ്പെടുത്തുകയും വേണം. ഈ തരീഖിന്റെ വഴിയിൽ അന്നകൂപ്പാളിയ ഞാനൊരു സാധനം ഇന്നാളെ ഞാനത് വസ്തുക്കൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ കച്ചവടം ഞാൻ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, നീ സാക്ഷിയാവണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പലവും അറബൽ ഐബിനെ അറിഞ്ഞു. ഏത് ഹാലില അറിഞ്ഞു? ബഹുവൈസല്ലി സാധനം മേടിച്ചോണ്ട് പെണ്ണുമ്പിള്ളയുടെ കൊടുത്തിട്ട് നിക്കരിക്കാൻ നിന്നു. അള്ളാഹു അക്ബർ കൈയ്യട്ടിയും പെണ്ണുമ്പിള്ള അകത്തിന്ന് വിളിച്ചു, അല്ലോ ഇത് കെട്ടതാണ് എന്ന് വിളിച്ചു പറയും. നീ നിസ്കരിച്ച് തീർന്നിട്ട് കൊണ്ട് കൊടുത്താൽ മതിയോ, അതല്ല നിക്കാനെ ബാത്തിലാക്കിയിട്ട് പോകണോ? മനസ്സിലായില്ല. അല്ലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് എളിവായത്, ഏത് ഐബ് എളിവായത്. എന്നാൽ അല്ലെങ്കിൽ കക്കൂസ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ രാത്രിയാ വെളിവായത്. എന്നാൽ അവൻ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ആരുതുകൾ നീങ്ങുന്നത് വരെ പിന്തിക്കാം. രാവിലെ കൊണ്ട് കൊടുത്താൽ മതി, നിസ്കാരം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, തീറ്റി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, തിരിഞ്ഞോ? പക്ഷെ പിന്നെ അയവ് വെളിവായിട്ട് പിന്നെ ആ സാധനം ഉപയോഗിക്കാനും പാടില്ല. അതാണ് പിന്നെ നിയമം. അപ്പൊ എന്തായി? ബഹുവൈസല്യാവും യക്കുലോ യക്കുലിയോ ആജത്വാവും ലൈലൻ രാത്രിയാണെങ്കിലൊക്കെ പലകുത്തീർ ബന്ധിക്കാൻ പറ്റുമില്ല. ജവാലിൽ ആരുത് ഈ ആരുത് നീങ്ങുന്നത് വരെ ബിഷറത്തി തർക്കിൽ ഇസ്തിമാലി ഇസ്തിമാലിനെ തർക്ക് ചെയ്യലെന്ന നിബന്ധനയോടുകൂടെയും അല്ലിന്തിപ്പായി പ്രയോജനമെടുക്കാനും പറ്റില്ല. അപ്പോൾ അവൻ പിന്തിച്ചു മുത്തമക്കിനൻ സൗകര്യമുണ്ടായിട്ടും കൊണ്ടുകൊടുത്തില്ല എങ്കിൽ സഖത്തറദ്ദു ഇനി മടക്കാനും പറ്റില്ല. വല്ലറിസു നഷ്ടപരിഹാരവും പൈസ 60 പോയി എന്ന്. ഇനി നമ്മൾ ആൾക്കാരെ വഞ്ചിപ്പിക്കാൻ വേണ്ടിയിട്ട് അകിട് കെട്ടി വീർപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. ആടിനെയും പശുവിനൊക്കെ 2 ദിവസം കറക്കാതെ ഉപയോഗിക്കും, 3 ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മടിയാണിപ്പോ ഒരുപാട് പാലുണ്ടെന്ന് തോന്നുന്നു. അത് പാടുണ്ടോ പാടില്ലേന്ന്. അപ്പൊ തഹറും ഹറാമാകും തസ്രിയത്തു അകിട് കെട്ടി വീർപ്പിക്കൽ. ബഹിയ എന്താണ് തസ്രിയത്ത്? യശുദ്ധൽ ബായിഉ കെട്ടലാണ്. കച്ചവടക്കാരൻ കെട്ടുന്നു അഹ്ലാബൽ ബഹീമത്തി മൃഗങ്ങളുടെ അകിടുകളെ. എന്നിട്ട് എത്തുറുക്കു ഹൽബ അതിന്റെ പാല് കറക്കലിനെ ഒഴിവാക്കുന്നു അയ്യാമം കുറെ ദിവസം. എന്തിനാ? ലിയഗുറ വഞ്ചിക്കാൻ വൈറവ് വേറൊരാളെ ബികസറത്തിൽ ലബനി പാല് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് വഞ്ചിക്കും. അങ്ങനെ നോക്കുമ്പോ ഇതത്വല അലയ്യ അകിട് കെട്ടി വീർത്തിപ്പിച്ചതാണെന്നതിന്റെ മേൽ വെളിവായാൽ അൽമുസ്തരി വാങ്ങിയ ആള് വെളിവായാൽ ഫലഗുറദ്ദു മുത്തുലഖാൻ പെട്ടെന്നുകൊണ്ട് കൊടുക്കും. ഫൈൻകാന അപ്പാതായി ബാദ ഹൽബിഹ ആയാലോ ഫതലിബൽ ലബനു പാല് കറന്നു പാല് നശിക്കുകയും ചെയ്താലോ റദ്ദ അവൻ മടക്കണം. സാഅൻ മിൻ തംരിൻ പാലിന്റെ വിലയും കൂടെ കൊടുക്കണം. കണ്ടോ? ബദിലൽ ലബനി കാരയ്ക്കാനുള്ള ഒരു സാഅ് കാരയ്ക്കല്ലോട് പൈസ കൊണ്ട് കൊടുത്താണ്. ഇൻകാനൽ അയവാനും മഅ്കൂലൻ തിന്നപ്പെടുന്നതാണ്, ജീവി തിന്നപ്പെടുന്നതാണെങ്കിൽ വയൽഹഖ് ബിത്തസ്രിയത്തി ഫിർറദ്ദി കണ്ടോ? മടക്കി കൊടുക്കുക എന്ന വിഷയത്തില് അകിട് കെട്ടി വീർപ്പിക്കുക എന്നുള്ളത് പശുക്കളിലും ആടുമാടൊട്ടങ്ങളിലൊക്കെ നടക്കും. മനസ്സിലായോ? അതേപോലെയാണ് ഈ അടിമ പെണ്ണുങ്ങളെ മൊഞ്ചാക്കിക്കൊണ്ട് നിർത്തി കൊടുക്കും. അവിടെയും അതിനെ കഴിയുമ്പോൾ അതങ്ങ് പോത്തില്ലയോ? മനസ്സിലായോ? വയൽഹഖ് ബിർറദ്ദി ഫിർറദ്ദി ബിത്തസ്രിയത്തിനോട് ചേർക്കപ്പെടും. ഫിർറദ്ദി മടക്കി കൊടുക്കുന്നതിൽ തഹ്മീറു വജിഹിൽ ജാരിയ അടിമപ്പെണ്ണിന്റെ മുഖം ചോപ്പിക്കല്. മനസ്സിലായോ? ആ ചോപ്പ് കഴിയുമ്പോൾ പോയത് ചെയ്യും. തസ്വീദു ശഅരി മുടി കറുപ്പിക്കലും വനഅബുഹുമ അതുപോലത്തതൊക്കെ. വയൽസമുൽ ബായിയ കച്ചവടക്കാരന് നിർബന്ധമാകുമ്പോൾ യുഖ്ബറ പറഞ്ഞു കൊടുക്കണം. ഫി ബൈഇൽ മുറാബഹത്തി അല്ല മുറാബഹത്തിന്റെ ബൈഇല് മുറാബഹത്ത് ഞാൻ മേടിച്ചത് 10,000 രൂപയ്ക്ക് അളിയാണ്. അളിയനിപ്പോ ഞാൻ 2,000 രൂപയും കൂടെ തന്നേക്കാം സാധനം. അതാ റാബഹ.
ലാഭ കച്ചവടം. അവിടെ പറയാൻ അറിയാ ഞാൻ മേടിച്ചതിന് ശേഷം ഇന്ന അയബ് ഇതിനകത്തുണ്ട്, അതെന്റെ അടുക്കൽ വെച്ച് സംഭവിച്ചതാണ്, അതും കൂടെ പറയാം. വേണ്ട മുമ്പിൽ അയബിനെ പറയണം. അല്ലത് എങ്ങനത്തെ അയബാണ്? അതേതാ എന്തോ അവന്റെ അടുക്കൽ ഇവയെ പോലും ഇഷ്ടറൈത്തുബി അശ്വര്യത്തിൻ മതലൻ, ഞാൻ 10 രൂപ കൊടുത്തിട്ട് വാങ്ങിയാണ്. ലാക്കിൻ ഹദത ഇന്ദി ഫീഹിൽ അയ്ബുൽ ഫുലാനിയു. വേണ്ട അപ്പൊ യുബയ്യന് വ്യക്തമാക്കുകയും വേണം. അല്ല ചിലപ്പോ കടം കൊടുക്കാണ് 12,000 രൂപയ്ക്ക്, 12 കടം കൊടുക്കുകയാണ്. അപ്പൊ ഇത്ര ഡേറ്റ് അതും പറയാം. വേണ്ട പിന്നെ ഫസ്ലുൻ ബൈഉ തമറത്തി വഹദഹാ അല ശജറത്തി. ഇനി മാവിൽ നിൽക്കുന്ന മാങ്ങ, തെങ്ങിൽ നിൽക്കുന്ന തേങ്ങ, പറങ്കിമാവിൽ നിൽക്കുന്ന പറങ്കിയണ്ടി, ഇതൊക്കെ വിൽക്കാൻ പറ്റുമോ പറ്റില്ലേ?